റൂഹ് പോകും നാളിലെൻ്റെ കൂടെ വേണം ഹബീബരേ, നൂറ് നൽകി കൂടെ വന്ന് കാത്തിടേണം റസൂലരേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ല്. അല്ലാഹുവേ 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 നീ സ്വീകരിക്കണേ റബ്ബേ. ആരുമില്ലാതേകനായി പോകുവാനൊരു പേടിയാ, ആശിഖീങ്ങളെ കൂടിനുള്ളിലായി ചേർക്കണം എൻ്റെ ഷാഫിയാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം നമുക്ക് തരട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് നനയുന്നുണ്ടോ? പുറകില് നനയോ? ഉണ്ടോ മുജീബേ? അല്ല, ഈ മഴ എന്താ കാരണം? മഴ പെയ്ത കാരണം എന്താണെന്നറിയോ? എന്താ നിങ്ങൾ പന്തലിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാളെ ഇവിടുത്തെ പോർക്കളെന്ന് പേര് തന്നെ നിങ്ങൾ അറിയാലോ, പോർക്കളാണ്. അപ്പൊ നിങ്ങളടുത്ത് പറയും എന്തിനാണ് ഇത്രയും പോർക്കുളം? കളമാണെങ്കിലും കുളമാണെങ്കിലും സംഭവം പോരനല്ല, പോര്. അപ്പൊ ആ പോർക്കുളത്താര് നിങ്ങളടുത്ത് പറയൂലേ, എന്താ പറയാ? ഇത്രയും പൈസ മുടക്കി പന്തലിട്ടിട്ട് പൈസ പാഴായി പോലെന്ന് പറയില്ല. അതുകൊണ്ട് മഴയൊക്കെ ഉണ്ടാവും. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴും മദ്ഹ് പറയുമ്പോഴും ഒരു മഴ നല്ലതാണ്. നിങ്ങൾ ഈ പന്തൽ ഇത്രയും വിശാലമായിട്ടില്ല, പന്തലിന് വേണ്ടി ആരെങ്കിലും സഹായിച്ചവരുണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് നാളെ നീ അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാഹ്. കുറെ പൈസ മുടക്കിയിട്ടുണ്ട്, ആരൊക്കെ അതിനെ സഹായിച്ചു എന്നറിയില്ല. അല്ലാഹുവേ സഹായിച്ചവർക്ക് അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാഹ്. ഇനി അങ്ങനെ സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് ഇവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. നിങ്ങൾ എന്തിനാണ് പൈസ മുടക്കുക? നബിദിനത്തിന് നിങ്ങൾ എന്തിനാ പൈസ മുടക്കുക? ലക്ഷക്കണക്കിന് രൂപയാണ് മുടക്കേണ്ടത്. നിങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കില്ല, എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിക്ക്, നബിദിനത്തിന് ബാക്കി പൈസ മുടക്കലുണ്ടോ? റബീഉൽ അവ്വൽ എത്തുന്നതിന് 3 മാസം മുമ്പേ വീട്ടിൽ അടി തുടങ്ങും. പൈസ വീട്ടിൽ കൊടുക്കലുണ്ടാവൂല. നമ്മുടെ ജീവനല്ലേ, നമുക്കെല്ലാം തന്നവരല്ലേ. പിന്നെ അവർക്കില്ലാതെ ആർക്കാണ് പണം കൊടുക്കുക? മജ്ലിസ് സംഘടിപ്പിക്കാൻ, മൗലിദ് ഓതാൻ, പാവങ്ങളെ സഹായിക്കാൻ. എൻ്റെ സ്നേഹസാഗരത്തിലെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഒത്തിരി പരിപാടിയുണ്ട്, ഓണപരിപാടിയുണ്ട്. അത് ഒരുപാട് ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. മോശമല്ലേ? പാവപ്പെട്ട അമ്മമാർ ചിന്തിക്കൂലേ, നമുക്ക് അത്തവും പൂവൊന്നുമില്ലേ ഉസ്താദ്, നിങ്ങളുടെ സ്ഥാപനത്തിലായതുകൊണ്ടാണെന്ന് ചോദിക്കൂലേ? അതുകൊണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മുത്തൊളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സെപ്റ്റംബർ 27-ാം തീയതി പെരുമ്പാവൂര് സീമ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് റബീ ക്യാമ്പയിൻ. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഫോൺ വിളിക്കുന്ന, എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയുന്ന ഒറ്റ കാര്യമാണ്, ഈ ഒരു മാസക്കാലം 1500 തികയുന്ന ഈ ഒരു മാസക്കാലം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഇഷ്ക് മജ്ലിസുകൾ സംഘടിപ്പിച്ചു, സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു, അതുപോലെ ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ സമാപനം സെപ്റ്റംബർ 27-ാം തീയതിയിടന്ന് പെരുമ്പാവൂര് സീമ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇവിടെ മറ്റന്നാള് മദ്ഹിന് ഇവിടെ വരുന്ന നാസിഫ് ഉൾപ്പെടെയുള്ള റഊഫ് അസ്സരി ഉസ്താദ് ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് വന്ന് ബുർദ ചൊല്ലി ശേഷം ഈ വിനീതൻ പ്രസംഗിച്ചു ദുആ ചെയ്യും. നിങ്ങളെയൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടുത്തെ മുജീബും മറ്റുള്ളവരൊക്കെ അതിൻ്റെയും സംഘാടകരാണ്. നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇവിടേക്ക്. അതെല്ലാം കഴിഞ്ഞ് കണ്ണീരോടെ ദുആ ചെയ്തു ഭക്ഷണം കൊടുത്ത് പിരിയാൻ. അതിന് പണമല്ല നോക്കേണ്ടത്,
അവിടുത്തെ ഭക്ഷണത്തിന്റെ മുഴുവൻ അരിയും ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ മലബാറിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇന്നിവിടെ സാബിക്കലി തങ്ങളുടെ കൂടെ ഈ മജ്ലിസിൽ വന്നിരുന്നു. പോയോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്തി കൊടുക്കട്ടെ. ഇത്തരം കാര്യങ്ങൾക്കല്ലേ കൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾക്കല്ലേ കൊടുക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പേക്കൂത്തുകൾക്ക് ഞാൻ ആന വാങ്ങിക്കൊടുത്തു, ഞാൻ സേന വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞ് പത്രത്തിൽ ഫോട്ടോ വരുന്നതല്ല. ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കണം. പേരിനും പ്രശസ്തിക്കും കൊടുത്താലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൊടുത്താൽ കൂലി കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരമല് ലോകത്ത് സലാത്ത് മാത്രമേ ഉള്ളൂ, മഹബത്ത് മാത്രമേ ഉള്ളൂ. ഒരാൾ ഞാനൊരു ആഷിഖാണെന്ന് ലോകം പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് അങ്ങനെ ചൊല്ലി നടക്കാണ് തസ്ബീഹ് മാല കൊണ്ട്. അയാൾക്ക് കൂലി കിട്ടോ ഇല്ലേ? കിട്ടോ ഇല്ലേ? കിട്ടും. അയാൾക്കും കൂലി കിട്ടും. അങ്ങനെ ഒരൊറ്റ അമലേ ലോകത്തുള്ളൂ. ഒരാൾ പറയാണ് ഞാൻ ഭയങ്കര പ്രവാചക സ്നേഹിയാണ്, മുത്തുനബിക്ക് വേണ്ടി എന്റെ സ്വത്ത് മുഴുവനും ഞാൻ കൊടുക്കും, ഒരു ഇഖ്ലാസും ഇല്ലാതെ പറയാണ്. അങ്ങനെ കൊടുക്കുകയും ചെയ്തു. അയാൾക്ക് കൂലി കിട്ടോ? അയാൾക്ക് കൂലി കിട്ടും. അതാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒന്നും പോലെയല്ല, വേറെ ഒരു അമലും പോലെയല്ല. ഇതിനു വേണ്ടി ഇറങ്ങിയാൽ ഉറക്കമഴിഞ്ഞാൽ ഈ മക്കളൊക്കെ രാവും പകലുമില്ലാതെ ഇതിന്റെ പ്രചരണവും ബോർഡും ഒക്കെ വെച്ചപ്പോ പലരും പറഞ്ഞില്ലേ അവർക്ക് ഭ്രാന്താണ്. അതെ, ആ ഭ്രാന്ത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. ഈ കാലഘട്ടത്തിൽ ആ ഭ്രാന്ത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ കഞ്ചാവ് കേസില്, പെണ്ണ് കേസില് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് പത്രത്തിൽ ഞെളിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഭ്രാന്ത് നിങ്ങളുടെ മക്കൾക്ക് പിടിക്കും. ആ ഭ്രാന്തല്ല വരേണ്ടത്. അനുരാഗം രോഗമായി ഉള്ളിൽ പടരുന്നുവല്ലോ. ആ രോഗമാണ് മദീനയോടുള്ള അനുരാഗ രോഗം. ആ രോഗമാണ് നമ്മുടെ മക്കളെ പിടിപെടേണ്ടത്. അള്ളാഹു അത്തരം സമർപ്പണ ബോധം നമ്മുടെ തലമുറക്ക്, നമുക്ക്, നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകട്ടെ. രണ്ടാമത്, നിരന്തരം ആ മധുരമുള്ള നാമം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് രണ്ടാമത് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മനോഹരമായ സമ്മാനമാണ് മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ദുനിയാവും അതിലുള്ളതും മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലുതാണ് അള്ളാഹു ഒരു അടിമക്ക് തരുന്ന ഒരു സ്വലാത്തെന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു. അള്ളാഹ് പറയാണ്, എൻ്റെ മുത്തിന് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ഞാൻ 10 സ്വലാത്ത് ചൊല്ലും. അതിൻ്റെ കൂലി കിട്ടും, അതിൻ്റെ റഹ്മത്ത് കിട്ടും, അതിൻ്റെ കാവല് കിട്ടും. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഒരു സ്വലാത്ത് അല്ലാഹു തരുന്ന ഒരു സ്വലാത്ത്, ഒരടിമക്ക് അല്ലാഹു തരുന്ന സ്വലാത്ത്, ഒരു വിശ്വാസിക്ക് അല്ലാഹു തരുന്ന സ്വലാത്ത് ഈ ദുനിയാവും അതിലുള്ളതും കിട്ടുന്നതിനേക്കാളും ഏറ്റവും മികച്ചതാണ്, മികച്ചതാണ്, മികച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ 200 വർഷം ജീവിച്ചിരുന്ന ഒരാൾ മരണപ്പെട്ടു പോയി. 200 വർഷം ജീവിച്ചിരുന്നു. അയാൾ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അയാളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ കാണാൻ ചെല്ലുമ്പോ അയാളുടെ മയ്യത്ത് കിടത്തിയിട്ട് ജനങ്ങൾ സംസാരിക്കുകയാണ്. മോശമായ സംസാരം, മോശമായ വർത്താനം. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഖൈറല്ലാത്ത വർത്താനം ഈ മയ്യത്തിന്റെ ചാരത്തിരുന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നബിയേ 200 വർഷം ജീവിച്ചിട്ട് പറയാൻ മാത്രമുള്ള ഗുണങ്ങളൊന്നുമില്ല, പറയാൻ മാത്രമുള്ള നന്മകളൊന്നുമില്ല. അതുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ അടക്കം ചെയ്യുന്ന ഖബർസ്ഥാനില്, പൊതു ഖബർസ്ഥാനില് ഇയാളെ അടക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് നബിയേ. മൃഗങ്ങൾ ചത്തു വീഴുമ്പോ, മൃഗങ്ങൾ ജീവൻ വെടിഞ്ഞു കിടക്കുമ്പോ ആ മൃഗങ്ങളെ കൊണ്ടുവന്ന് അടക്കുന്ന സ്ഥലത്ത് ഇയാളുടെ മയ്യത്ത് ഞങ്ങൾ അടക്കും നബിയേ. എടുത്തു പറയാൻ മാത്രമുള്ള മികവുകളൊന്നുമില്ല. ആർക്കും ഇയാളുടെ നന്മകൾ അറിയില്ല, ഇയാളുടെ ആരാധനകളെ കുറിച്ചറിയില്ല, ഇയാളുടെ ആത്മീയ പരിവേഷങ്ങളെ കുറിച്ചറിയില്ല, ഇയാളെ വിശ്വാസമില്ല എന്ന് 100 വട്ടം ജനങ്ങൾ സമ്മതിക്കുമ്പോ അതുകൊണ്ട് നബിയേ
പൊതു ഖബർസ്ഥാനിലടക്കാൻ ഞങ്ങൾ തയ്യാറല്ല നബിയേ. മൃഗങ്ങളെ കൊണ്ടുവന്ന് അടക്കുന്ന സ്ഥലത്താണ് ഇയാളുടെ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുവെക്കാൻ പോകുന്നത്. മൃഗങ്ങളെ കൊണ്ടുവന്ന് അടക്കുന്ന സ്ഥലത്താണ് ഇയാളുടെ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമ്മതം കൊടുത്തു. കാരണം ഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് മാറി നിൽക്കാൻ കഴിയില്ല. ആ മനുഷ്യനെ കൊണ്ടുവന്ന് മൃഗങ്ങളെ അടക്കുന്ന സ്ഥലത്തടക്കിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം മടങ്ങി വരുമ്പോ അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ കലീമുല്ലാഹി മൂസ. അള്ളാ പറയുന്നു, നബിയേ നബിയേ, ആ മനുഷ്യന്റെ മയ്യത്ത് അവിടെ നിന്ന് പുറത്തെടുക്കണം നബിയേ. അയാളെ അവിടെ കബറടക്കാൻ പറ്റില്ല നബിയേ. ആ മനുഷ്യന്റെ മയ്യത്ത് അവിടെ നിന്ന് പുറത്തെടുത്തിട്ട് വിശ്വാസികളെ കബറടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് തിരിച്ചടക്കണം നബിയേ. മൂസാ നബി ചോദിക്കുന്നു, പടച്ചോനെ, ഞാനും കൂടി എടുത്ത തീരുമാനമാണല്ലോ. ആകെ ബേജാറായല്ല പടച്ചോനെ. എന്തേ കാരണമല്ല? ശ്രദ്ധിക്കണേ പോർക്കുളത്തുകാരെ, മജ്ലിസിൽ മദീനയിൽ വരുന്നതെന്തിനാണ്? സ്വലാത്ത് എല്ലാം പറയുമ്പോ ചൊല്ലുന്നതെന്തിനാണ്? ഈ മഴ നനയുന്നതെന്തിനാണ്? ഈ കഷ്ടപ്പെടുന്നതെന്തിനാണ്? ഈ ഉറക്കമടിയുന്നതെന്തിനാണ്? മൂസാ നബി ചോദിക്കുന്നു, റബ്ബേ, ആ മനുഷ്യനെ അവിടെ നിന്ന് മാറ്റി അടക്കം ചെയ്യുന്നതെന്തിനാണ്? ആ സമയത്ത് അല്ലാഹ് പറയുന്ന, നബിയേ, അങ്ങയുടെ തൗറാത്തുണ്ടല്ലോ, അങ്ങയുടെ തൗറാത്ത് എല്ലാ ആഴ്ചയിലും ഈ മനുഷ്യൻ പാരായണം ചെയ്യലുണ്ട് നബിയേ. ഒരാഴ്ചയും വിട്ടുപോകാതെ എല്ലാ ആഴ്ചയിലും അങ്ങയുടെ തൗറാത്ത് ഈ മനുഷ്യൻ പാരായണം ചെയ്യലുണ്ട് നബിയേ. ആ തൗറാത്തിനകത്ത് ഞാൻ അല്ലാഹുവിന്റെ എന്റെ അവസാന പ്രവാചകരായ എന്റെ ഹബീബായ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നബിയേ. ആ ഭാഗമെത്തുമ്പോ, മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗമെത്തുമ്പോ, അങ്ങയുടെ ഇന്നലെ മരണപ്പെട്ടു പോയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനാ കടലാസില് മുത്തം കൊടുക്കും നബിയേ. മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് തന്റെ ചുണ്ടുകളെ ചേർത്ത് വെക്കും നബിയേ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയും മൂസാ നബിയേ. അങ്ങനെ രഹസ്യമായി എന്റെ തിരുദൂതരെ പ്രണയിച്ച ഒരാള് ഇങ്ങനെ ചവറ്റുകുട്ടയിൽ കിടക്കുന്ന പോലെ അടക്കാൻ ഞാൻ സമ്മതിക്കൂല നബിയേ. മൃഗങ്ങൾ ചത്തൊടുങ്ങുമ്പോ കൊണ്ടുവന്ന കുഴിക്കകത്ത് എന്റെ പ്രിയപ്പെട്ട ഹബീബിനെ പ്രണയിക്കുന്നവരെ ഇടാ ഞാൻ അനുവദിക്കില്ല എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, ഖദ് ഗഫർതു ലഹു, ആ മനുഷ്യൻ ചെയ്തു പോയ എല്ലാ പാപക്കറകളും ഞാനിതാ മായിച്ചു കളയുന്നു നബിയേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മദീനത്തിന്നു പോകും ഞാൻ, മദിയാകാതെ നോക്കും ഞാൻ. മദീനത്തിന്നു പോകും ഞാൻ, മദിയാകാതെ മൂത്തും ഞാൻ. പതിയെ വീണ് കേഴും ഞാൻ ഹബീബേ യാ റസൂലോരേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. മൂന്നാമത്തെ ഗുണം, ഒന്നാമത്തെ എന്താ പറഞ്ഞത്? പോയി അല്ലേ?
ഒന്നാമത്തേത് എന്താ ആർക്കെങ്കിലും അറിയാം? മുത്തഅല്ലിമീങ്ങൾ മക്കളെ ഇന്ന് നാളെ മറ്റന്നാൾ എല്ലാം പ്രധാനപ്പെട്ടതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കൽബില്. നിങ്ങളിനി വളർന്നു വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പടക്കുതിരകളാണ്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഒരു കാര്യത്തിൽ വലിയ സന്തോഷം. സാധാരണ മുത്തഅല്ലിമീങ്ങൾ നമ്മൾ പരിപാടിക്കൊക്കെ വരുമ്പോൾ ഈ ദറസിലെ പഠിത്തം, പിന്നെ എല്ലാ ദറസിലും നല്ല ഭക്ഷണമാണല്ലോ. അപ്പോൾ ഭക്ഷണത്തിന്റെ ആധിക്യമൊക്കെ കൊണ്ട് ഉറങ്ങലാണ് ചെയ്യുക സാധാരണ. കിട്ടിയ ചാൻസ് ഉസ്താദന്മാരെന്തായാലും ഉറങ്ങാൻ സമ്മതിക്കൂല, അപ്പോൾ അതുകൊണ്ട് പ്രസംഗത്തിന് വന്നിരുന്ന് ഉറങ്ങലാണ്. പക്ഷെ ഇവിടെ അൽഹംദുലില്ലാ 90% മക്കളും ഈ മദ്ഹ് ആയതുകൊണ്ട്, ഇഷ്ക് ആയതുകൊണ്ട് അങ്ങനെ കണ്ണങ്ങനെ വിരിച്ചു വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. 1-2 ചെറുതായിട്ട് ഉറങ്ങുന്നുണ്ട്. അത് ചെറിയ കുട്ടികളാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഐശ്വര്യം തരട്ടെ. എവിടുത്തെ കുട്ടികളാണ്? കോട്ടോല്. നമ്മുടെ ജമാൽ മാഷിന്റെ മഹല്ലാണ് കോട്ടോല്, പട്ടാമ്പി. അള്ളാഹു തആല ആ മഹല്ലിലെ മക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ മുത്തഅല്ലിമീങ്ങൾ മതി നമ്മുടെ ദുആ സ്വീകരിക്കാനും നമ്മുടെ ഈ സദസ്സിന്റെ ഖബൂലിയത്തിനൊക്കെ. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല മക്കളാക്കട്ടെ, ഉഖ്റവിയായ ഉലമാക്കളാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു, ഖൽബ് പ്രകാശിക്കും ഈ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ. അത് സലാത്താവാം, മദ്ഹാഗ്, എന്തു ആവട്ടോ, പ്രസംഗം തന്നെ ആവാം, ഒക്കെ ആവാം. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു തന്നെ നമുക്ക് സലാത്ത് ചെല്ലും. അള്ളാഹ് മാത്രമല്ല, മലക്കുകൾ ചെല്ലും. ഞാൻ പിന്നെ എണ്ണം ചുരുക്കിയിട്ട് പെട്ടെന്ന് പറയാം. മൂന്നാമത്തത് ശഫാഅത്താണ്. ആ മദ്ഹ്, ആ പേര്, ആ നാമം ആദരവോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ശഫാഅത്ത് ഉറപ്പാണ്. അത് നമ്മൾ പണിയെടുക്കണം. ആഖിറത്തിൽ ഏറ്റവും വലിയ സമ്മാനമാണ് ശഫാഅത്ത്. അത് നമുക്ക് നേടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്തത് ശഫാഅത്താണ്. ശഫാഅത്ത് അത്രയും വിലപ്പെട്ട സമ്മാനമാണ്. പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്രമേൽ വിലപ്പെട്ട സമ്മാനമാണ് ശഫാഅത്ത്. ചെറുതല്ല, വളരെ വിലപ്പെട്ട സമ്മാനമാണ്. ആ ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് തരണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് അങ്ങോട്ട് നമുക്കൊരു പെരുമാറ്റം ഉണ്ടാവണ്ടേ, അങ്ങോട്ടൊരു പെരുമാറ്റം ഉണ്ടാവണ്ടേ. റബീഅത്തുൽ അദവി റളിയല്ലാഹു അൻഹു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. എന്തിനാണ് നിങ്ങൾ 1000 റക്അത്ത് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നാളെ ആഖിറത്തിൽ എൻ്റെ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയിട്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഇങ്ങനെ നിസ്കരിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാ മുത്തു ഹബീബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടല്ലേ ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത്, ആ ഉഹുദ് യുദ്ധത്തിന്റെ ചർച്ച നടന്നത് മസ്ജിദു ശൈഖൈനിയുടെ അരികത്താണ്. മദീനത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആ മസ്ജിദിനെ കാണാം. ആ മസ്ജിദു ശൈഖൈനിയിൽ വെച്ചിട്ടാണ് ഉഹുദ് യുദ്ധത്തിന്റെ ചർച്ചകൾ നടക്കുന്നത്. ചെറിയ കുട്ടികളെയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുകയാണ്. എല്ലാ മക്കളോടും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങളൊക്കെ വീട്ടിൽ പൊയ്ക്കോ, നിങ്ങളൊക്കെ വീടുകളിൽ പൊയ്ക്കോ, യുദ്ധം നടക്കാൻ പോവുകയാണ്. കുഞ്ഞുമക്കളെ, കാരുണ്യത്തിന്റെ നിറനിലാവ് തലോടുകയാണ്. മക്കളെ, നിങ്ങളിവിടെ നിൽക്കരുത്, നിങ്ങളിവിടെ നിൽക്കരുത്, നിങ്ങൾക്ക് അപകടമാണ്, നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണ്, നിങ്ങളുടെ ശരീരത്തിലേക്ക് അമ്പ് തറയ്ക്കുമെന്ന് പറഞ്ഞു വിടുമ്പോ എല്ലാ മക്കളും മടങ്ങിപ്പോകുമ്പോ മഹാനായ റാഫി റളിയല്ലാഹു അൻഹു ചെറിയ മോനാണ്, ഒരുപാട് പ്രായമൊന്നുമായിട്ടില്ല. റാഫി റളിയല്ലാഹു അൻഹു പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങേക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമല്ലേ നബിയേ, അതുകൊണ്ട് ഞാനും കൂടി ഉഹുദ് യുദ്ധത്തിൽ വന്നോട്ടെ നബിയേ. പോർക്കുളത്തെ ചെറുപ്പക്കാരാ, ഫ്ലക്സുകളെല്ലാം വലിയ ഒരു ലോറിക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ ടൗണിലൂടെ കൊണ്ടുപോകുമ്പോ ഒരു കുഞ്ഞുമോൻ പറയുന്നു, ഞാനും കൂടി വരട്ടേക്കാ, ഞാനും കൂടി വരട്ടേക്കാ. നബിദിനത്തിന്റെ ആഘോഷം, മഹബത്തിന്റെ ആവേശം. അങ്ങനെ എത്ര മക്കളാണ് ഉറക്കമൊഴിഞ്ഞത് അല്ലാഹുവേ, അതിനൊക്കെ നീ പകരം കൊടുക്കണേ റബ്ബേ, അതിനൊക്കെ പകരം കൊടുക്കണേ അല്ലാഹ്. റാഫി റളിയല്ലാഹു അൻഹു കുഞ്ഞുമോനാണ്, പ്രായമായിട്ടില്ല, ചെറിയ കുട്ടിയാണ്. യാ റസൂലല്ലാഹ്, അങ്ങേക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം ഉഹുദിൽ എനിക്ക് തരണം നബിയേ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല റാഫിയെ പൊയ്ക്കോ, ഇവിടെ നിക്കല്ലേ, അപകടമാണ് മോനെ. ബദറിന്റെ വീര്യം തീർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ വരികയാണ്. അവരുടെ പിതാക്കന്മാരെ കൊന്നു കൊല വിളിച്ചതിന്റെ വീര്യം അവരെ നെഞ്ചത്തുണ്ട് മോനെ. അതുകൊണ്ട് മോൻ വരല്ലേ എന്ന് പറയുമ്പോ കൂടെ നിന്ന 1-2 സ്വഹാബികൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, റാഫിഇന് നല്ലതുപോലെ അമ്പെയ്ത്തറിയാം നബിയേ, നല്ല കഴിവുള്ള കുട്ടിയാണ് നബിയേ, നല്ല ത്രാണിയുള്ള കുട്ടിയാണ് നബിയേ. നമ്മളിൽ 2 സ്വഹാബികളുടെ പവർ ഈ ചെറിയ മോനുണ്ട് നബിയേ. ഇത് പറയുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാൽ സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ചിട്ടിരിക്കുമ്പോ അതിനേക്കാൾ പ്രായം കുറഞ്ഞ മറ്റൊരു കുട്ടി വരികയാണ്. സമുറത്ത് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, ഞാനും വരട്ടെയോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ ഇത് കുട്ടിക്കളിയാണോ? മക്കളെ, നിങ്ങൾക്കറിയില്ല ഉഹുദിന്റെ രംഗമിനി എന്താവാൻ പോകുന്നെന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് മടങ്ങിപ്പോകൂ എന്ന് പറയുമ്പോ സമുറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കൂട്ടുകാരനായ റാഫിഇനെ എടുത്തതോ, എന്റെ കൂട്ടുകാരനായ റാഫിഇനെ എടുത്തതോ നബിയേ, എന്റെ കൂട്ടുകാരനായ റാഫിഇനെ എടുത്തതോ നബിയേ, പിന്നെ എന്തുകൊണ്ട് എന്നെ എടുത്തൂടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റാഫിഇന് വലിയ കഴിവുണ്ട്, അഭ്യാസത്തിൽ വലിയ മികവുള്ളവനാണ്. സമുറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ആ റാഫിഇനെക്കാളും കഴിവ് എനിക്കുണ്ട് നബിയേ. എന്തിനാണ് മക്കളെ, എന്തിനാണ് മക്കളെ 15, 16, 14 വയസ്സായ മക്കളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഉഹുദ് രണാങ്കണം കരഞ്ഞുപോയ കഥ ഞാൻ നിങ്ങളോട് പറയുന്നത്. എത്ര വലിപ്പമുണ്ട്, എത്ര ഉയരമുണ്ട്. ഉമ്മാന്റെ നെഞ്ചത്ത് കടാര കയറ്റാൻ മടിയില്ലാത്ത മക്കളുടെ കാലഘട്ടത്തില് ഉറങ്ങിക്കിടക്കുന്ന വാപ്പാന്റെ കഴുത്തിന് കുരുക്കിട്ട് തൂക്കിക്കൊല്ലാൻ മടിയില്ലാത്ത കന്നുകാലികളെ പോലെ വളർന്നു വരുന്ന മക്കളുടെ കാലഘട്ടത്തില് സമുറത്തെന്ന് പറയുന്ന കുഞ്ഞുമോന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനും വരുന്നു നബിയേ ഉഹുദില്. എന്തിനാ പോകുന്നത്? ഷോപ്പിംഗ് നടത്താനല്ല, ചാടിക്കളിക്കാനല്ല, പാർക്കിൽ ഉല്ലസിക്കാനല്ല, പാട്ടുപാടി രസിക്കാനല്ല. നെഞ്ചത്തേക്ക് വരുന്ന അമ്പിനെ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങാനാണ് മക്കളെ, ഏറ്റുവാങ്ങാനാണ് മക്കളെ. സമുറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്കും അറിയാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ ഒരു തമാശക്ക് എന്നാൽ പറഞ്ഞു, എന്നാ നിങ്ങൾ 2 പേരും കൂടി പോരാടൂ, ആരാണോ ജയിക്കുന്നത് അവരെ ഞാൻ യുദ്ധത്തിന് കൊണ്ടുപോകാം. റാഫിഇനെ നേരത്തെ എടുത്തത് കൊണ്ട് ജയിച്ചാലും തോറ്റാലും കൊണ്ടുപോകും. സമുറത്ത് ജയിച്ചെങ്കിൽ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെ പോരാട്ടം തുടങ്ങി. റാഫി വല്ലാതെ കഴിവുള്ളവനാണ്. പല പ്രാവശ്യം സമുറത്ത് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു നിലത്തിട്ടപ്പോൾ സമുറത്ത് കരഞ്ഞുകൊണ്ട് റാഫിന്റെ ചെവിയിൽ പറയുകയാണ്, എനിക്കൊന്ന് തോറ്റു തരുവോ, എനിക്കൊന്ന് തോറ്റു തരുവോടാ, എനിക്കൊന്ന് തോറ്റു തരുവോ? നീ ജയിച്ചാലും തോറ്റാലും ഉഹദ് യുദ്ധത്തിലുണ്ടാവും, ഞാൻ തോറ്റാൽ എന്നെ കൊണ്ടുപോകൂല. അതുകൊണ്ട് ഞാനൊന്ന് ജയിക്കട്ടെ, ഞാനൊന്ന് ജയിക്കട്ടെ, എന്നെ ഒന്ന് സഹായിക്കടാ, എന്നെ ഒന്ന് സഹായിക്കടാ. റാഫിയെ, നീ ഒന്ന് തോറ്റു തന്നാൽ നമുക്കൊരുമിച്ച് യുദ്ധത്തിന് പോകാലോ. അങ്ങനെ മഹാനായ റാഫി റളിയല്ലാഹു അൻഹു തോറ്റു കൊടുക്കുമ്പോൾ മഹബത്തിന്റെ 2 മരങ്ങളായി ആ പിഞ്ചോമന മക്കളെ ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശുഹദായിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് ഉമ്മായും ബാപ്പായും കൂടെയുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വിശുദ്ധ സ്വർഗത്തിന്റെ ഫിർദൗസിലേക്ക് പറന്നു പോയെന്ന ചരിത്രം പറയുമ്പോ എന്റെ പോർക്കുളത്ത് വന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് താ എന്ന് പറഞ്ഞാ പോരാ. അതിന് പറ്റുന്ന ക്വാളിറ്റിയുള്ള എന്തെങ്കിലും അമല് നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എനിക്ക് ശഫാഅത്ത് വേണമെന്ന് പറഞ്ഞാ പോരാ, അതിനു പറ്റി എന്തുണ്ട് നമ്മുടെ കയ്യിൽ എന്ന് നമ്മൾ പരിശോധിക്കണം.
ലാ യലിജന്നാറ അഹദുൻ മൻ സ്വല്ല അലയ്യ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മേലെ സ്വലാത്ത് ചെല്ലുന്ന ഒരാളും നാളെ നരകത്തിൽ വീഴൂലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കുക, ആയിരക്കണക്കിന് ഹദീസ് ഉണ്ട് ഇങ്ങനെ. ഒന്ന് ലൈഫ എന്ന് പറഞ്ഞാൽ സ്വഹീഹായ 10 അതിൻ്റെ മുകളിലെടുത്ത് വെക്കാനുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും കിടന്ന് പുത്തൻവാദികൾ ഛർദ്ദിച്ചിടുന്നത് കോരി തലയെ വെച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആ അംഗത്വത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവായി പോകണ്ട പ്രിയപ്പെട്ടവരെ. പാരമ്പര്യത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ അടുക്കും ചിട്ടയോടും കൂടി എടുത്തു വെച്ചിരിക്കുന്ന കാമ്പുള്ള വർത്തമാനമാണതെല്ലാം. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മുഖാലഫത്തുൽ മുനാഫിഖി, നിരന്തരമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നവർ അവർ മുനാഫിഖല്ല എന്ന് അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. മുനാഫിഖല്ല. നമുക്കിടയിൽ ഒരുപാട് മുനാഫിഖീങ്ങളുണ്ട്. മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ചിരിക്കുക. ഉസ്താദിനോട് വന്ന് പറയാം, അസ്സലാമു അലൈക്കും ഉസ്താദേ, നിങ്ങൾ ഈ മഹല്ല് വന്നതിന് ശേഷമാണ് മഹല്ലായ. ഇങ്ങനെ സോപ്പിട്ട് ഒരാൾ വന്ന് ഉസ്താദിനോട് പറയുമെങ്കിൽ ഉസ്താദ് ആ മനുഷ്യനെ നോട്ട് ചെയ്തോളണം. അയാളുടെ ഫിത്തിന കാരണമായിട്ടായിരിക്കും ഉസ്താദ് രാജിവെച്ച് പോകേണ്ടി വരിക. കപടന്മാരുടെ നാട്, കപടന്മാരുടെ ലോകമാണ് നമുക്കിടയിൽ. പുറമേ ചിരിക്കും, മുൻപന്തിയിൽ നിൽക്കും, കണ്ടാൽ എല്ലാം മികവും ഉണ്ടാവും, പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാവൂല. അത് പേടിച്ചിട്ടാണ് മദീനത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എപ്പോഴും പറഞ്ഞു പോകുന്നത്, രൂപം ഭാവമെല്ലാം മികച്ചതല്ലോ, രോഗാണുക്കളെല്ലാം അകമീലല്ലോ. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യണം. അവിടെയാണ് എൻ്റെ അള്ളാഹു നോക്കുന്നത്. അവിടെയാണ്. അവിടെ മുത്തുനബി വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ മക്ക വേണം, മദീന വേണം, അവിടെ സുന്നത്ത് ജമാഅത്ത് വേണം, അവിടെ മഹബ്ബത്ത് വേണം, അവിടെ മധുരം വേണം, അവിടെ ഈമാൻ വേണം. എന്നാലാണ് രക്ഷപ്പെടാൻ പറ്റുക. സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ മുനാഫിക്കായിട്ട് മരിക്കൂല. നിരന്തരം സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ, ഒരുപാട് സ്വലാത്തില്ലാണ് ഒരു പുത്തൻവാദി, ഒരുപാട് സ്വലാത്തില്ലാണ്, അയാള് ഓട്ടോമാറ്റിക്കലി സുന്നത്ത് ജമാഅത്തിലേക്ക് അംഗാവും. അത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അത് അവരങ്ങനെ ചൊല്ലൂല. അവർ ഒരുപാട് ചൊല്ലാൻ അവർക്ക് കഴിയൂല. സ്വലാത്ത് ചെല്ലുന്നയാള് കുഫ്രിയത്തിൽ നിന്നും മുനാഫിഖി തരത്തിൽ നിന്നും വ്യത്യസ്തമായി മാറി നിൽക്കുന്ന ഒരു സംഘമാണെന്ന് അല്ലാഹു തആല നോട്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹത്തിന്റെ മക്ക യാത്രയിൽ ഒരു മനുഷ്യൻ എപ്പോഴും സ്വലാത്ത് ചെല്ലുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. ഞാൻ പെട്ടെന്ന് സമയമില്ല, ചുരുക്കി പറഞ്ഞ് എൻ്റെ ബാക്കി സമാപന ഭാഗത്തേക്ക് വരാം. നിരന്തരമായ സലാത്ത്, എപ്പോഴും സലാത്ത്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ സ്വലാത്ത്? തൽബിയത്തിന്റെ സമയത്ത് പോലും സ്വലാത്ത് തന്നെയാണല്ലോ. ആ മനുഷ്യൻ പറയുന്നു, തങ്ങളെ, എൻ്റെ കൂടെ എൻ്റെ വാപ്പ വന്നിരുന്നു ഇവിടെ മക്കത്തേക്ക്. പാതി വഴിയിൽ രാത്രിയിൽ ഞങ്ങൾ ടെൻ്റടിച്ചു താമസിക്കുമ്പോൾ എൻ്റെ വാപ്പ മരിച്ചുപോയി തങ്ങളെ. എൻ്റെ വാപ്പാന്റെ മുഖം വല്ലാണ്ട് കറുത്തിരുണ്ട് പോയിരുന്നു തങ്ങളെ. ആ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പേടിയായി തങ്ങളെ. ജീവിച്ചിരുന്നപ്പോ ചിരിച്ചിരുന്ന വാപ്പ, ആ വാപ്പാന്റെ മുഖം ഇങ്ങനെ കള്ളനെ പോലെ, കപടനെ പോലെ, കുഫാറിനെ പോലെ കറുത്തിരിക്കുന്നത് കണ്ടപ്പോ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി നബി, പൊട്ടിപ്പോയി തങ്ങളെ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് താങ്ങാൻ പറ്റിയില്ല തങ്ങളെ. അതുകൊണ്ട് ഞാനല്ലാതെ തളർന്ന് വാപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് കിടന്ന് തളർന്ന് വാപ്പാന്റെ മയ്യത്തിന്റെ ഓരത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി തങ്ങളെ. ഉറങ്ങിയപ്പോ ഞാനൊരു സ്വപ്നം കണ്ടു തങ്ങളെ. പ്രകാശത്തിന്റെ പ്രഭ പരത്തിയിട്ട് ഒരാള് കടന്നു വരികയാണ്. അതുപോലെ ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല തങ്ങളെ. അങ്ങനെ ഒരാൾ കടന്നു വന്നിട്ട് എൻ്റെ ഉപ്പാന്റെ മയ്യത്തിന്റെ മുഖമൊന്ന് തടവി തങ്ങളെ. എൻ്റെ ഉപ്പാന്റെ മയ്യത്തിന്റെ മുഖം
ആ വന്നയാള് പ്രഭ കൊണ്ടുവന്ന പ്രകാശം കൊണ്ടുവന്ന മനുഷ്യനൊന്ന് തടവി തങ്ങളെ. ആ സമയത്തിന്റെ ഉപ്പാന്റെ മുഖത്തെ കറുപ്പ് മാറിപ്പോയി തങ്ങളെ. ഞാൻ ചോദിച്ചു, മന്നന്ത തങ്ങൾ ആരാണ്? ആ സമയത്ത് അവിടെ നിന്ന് മറുപടി പറയുകയാണ്, അന റസൂലുള്ളാഹ്, അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലിയിരുന്ന ഈ മനുഷ്യനിങ്ങനെ, സ്വലാത്തിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ മനുഷ്യനിങ്ങനെ ഒരു കപടനെ പോലെ മരിക്കുന്നത് എനിക്കിഷ്ടമല്ല. സ്വലാത്തിനെ സ്നേഹിക്കുന്ന ആരും ഇങ്ങനെ മരിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സ്വലാത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ഇങ്ങനെ മരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ മുഖത്ത് വന്ന് തടവിയിട്ട് പോയ ആ സൂര്യഗോളം നാണിക്കുന്ന പൂനിലാവിന്റെ പൂമുഖം കണ്ട ആ സമയം മുതൽ ഇന്ന് വരെ സ്വലാത്തിൽ നിന്ന് ഞാൻ ഒഴിവായിട്ടില്ല തങ്ങളെ. ആ സ്വലാത്തിൽ നിന്നൊരു സെക്കൻഡ് പോലും പിന്നെ ഞാൻ മാറിയിട്ടില്ല തങ്ങളെ എന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഒരു മുഅ്മിനായി, ഒരു മഹബ്ബത്തുള്ളവനായി, ഒരു നല്ല ശിആറുള്ളവരായി വരപ്പെടണ്ടേ നമുക്ക്.